മലയാളം മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ്, കർമ്മം, ക്രിയ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി, ഭൂതം, വർത്തമാനം. അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം. അന്നെല്ലാം എടുത്ത് വെച്ചോ, എനിക്കും അതായിട്ട്. എടാ, ഗ്രാമർ പഠിക്കാം. കേട്ടിട്ടില്ലേ? നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം. നടന്നുകൊണ്ടിരിക്കുന്നു. സാറേ, എനിക്ക് സംശയം. നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും? ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ, അല്ല നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുവാണെങ്കിൽ അത് അങ്ങനെ നടക്കുന്ന ഇരിയോടെ. അടുത്തത് ഭാവി. അഖില് പറയടാ, ഭാവി പറ. ഭാവി പറ എന്ന് വെച്ചാ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മേ മക്കളും അതല്ലേ അവര് ഗൾഫിൽ നിന്ന് വരാനിരിക്കുക. ഒരു ഒറ്റ അടി ഞാൻ കാലം മുട്ടു തീർത്ത് തന്നാലെന്തോ. 7 തേങ്ങയുണ്ട്. എവിടുന്ന് കിട്ടി സാറേ? 2 എണ്ണം അഖിലിന് കൊടുത്തു. എനിക്ക് വേണ്ട, വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനക്കണക്കാടാ.